ഇപ്പം മമ്മൂട്ടി എന്ന പ്രയോഗവും മമ്മൂക്ക എന്നുള്ള പ്രയോഗവും സുരേഷ് ഗോപി മാറ്റി എന്നാണ് കേൾവിക്കാരൊക്കെ പറയുന്നത്. വീട്ടിൽ ചെല്ലുമ്പോൾ ഇദ്ദേഹം പറയുന്ന വാക്കുകളിലൊന്നും മമ്മൂക്ക എന്നില്ല, വേറെ ചില വാക്കുകളാണ്. അത് എൻ്റെ മാന്യത കൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. നമ്മുടെ സുരേഷ് ഗോപിക്ക് മമ്മൂട്ടി എന്നാൽ ഇപ്പോൾ അർത്ഥചതുർത്ഥി കണ്ടതുപോലെയാണ്. ഇല്ലാന്നൊക്കെ ചിലപ്പോൾ മമ്മൂട്ടി പറയും, സുരേഷ് ഗോപി പറയും. ചുവപ്പ് കണ്ട കാളയെ പോലെയാണ്. മമ്മൂട്ടി എന്ന പേര് കേട്ടാൽ ഇദ്ദേഹം ക്ഷിപ്രകോപിയാവും. ഗൾഫ് റൈറ്റ് ഇല്ലാത്ത, സാറ്റലൈറ്റ് വാല്യൂ ഇല്ലാത്ത, ഇന്ത്യൻ റൈറ്റ്സ് വേണ്ടാത്ത, OTT-കാർക്ക് ഒട്ടും വേണ്ടാത്ത നായകന്മാരിൽ ഒരാളാണ് ഇപ്പോൾ സുരേഷ് ഗോപി. കുറേ കാലമായിട്ട് അയാൾ പോകാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം, മമ്മൂട്ടി വാങ്ങുന്ന ശമ്പളം പറഞ്ഞു. ഹലോ, നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് മറ്റൊന്നുമല്ല, നമ്മുടെ സുരേഷ് ഗോപി മമ്മൂട്ടിയെ വിളിക്കുന്ന ചില വാക്കുകൾ. എല്ലാവരും ഇക്കാന്ന് വിളിക്കുന്ന സമയത്ത് ആരും കേൾക്കാത്തപ്പം മമ്മൂട്ടിയെ സുരേഷ് ഗോപി വിളിക്കുന്നത് മറ്റു പലതാണ്. അത് നമ്മുടെ ശാന്തിയുള്ള ടോക്സിനകത്ത് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ട്. അപ്പോൾ ആ ഒരു പോർഷനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ സുരേഷ് ഗോപി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടന്മാരിൽ ഒരാളായിരുന്നു. പണ്ടൊക്കെ എന്ത് പാവമായിരുന്നു പുള്ളി, അല്ലെങ്കിൽ ഇന്റർവ്യൂ ആണെങ്കിലും പണ്ടൊക്കെ. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു രീതിയിലേക്ക് മാറിയത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണോ അതോ എന്തോ, നമുക്ക് ഒരുപാട് സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ മാനസികമായിട്ടൊരു വിഷമമുണ്ട്. കാര്യം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറായിരുന്നു. പഴയ സിനിമകളൊക്കെ ഉണ്ടല്ലോ, പഴയ കോമഡിയൊക്കെ ചെയ്യുന്ന ചില സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ അടിപൊളിയായിരുന്നു പുള്ളി. ഒരു ടൈം വരെ നല്ലതുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ പുള്ളി ഇപ്പം വേറെ ഒരു ലെവലിലാണ്. എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന് പുള്ളിക്ക് തന്നെ അറിയാൻ വയ്യാത്തൊരു രീതി. എന്ത് പറഞ്ഞാലും ആൾക്കാരത് കോമാളിത്തരമാക്കുക, അല്ലെങ്കിൽ ഏറി കയറ്റുക. പുള്ളി അതിനനുസരിച്ച് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ പുള്ളിയെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടായോ? എന്തുകൊണ്ടോ പുള്ളി അങ്ങോട്ട് ഇപ്പം ഈ അടുത്തായിട്ട് വല്ലാത്തൊരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. എന്തായിരുന്നാലും അദ്ദേഹം അതൊക്കെ മനസ്സിലാക്കി തിരിച്ചു വരുമോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. വരട്ടെ എന്ന് പ്രത്യാശിക്കാം. കാര്യം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട നടന്മാരിൽ ഒരാളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാഭവൻ മണി, അതുപോലെ ഈ സുരേഷ് ഗോപി എന്നൊക്കെ പറയുന്നത് ഇഷ്ടപ്പെട്ട നടന്മാർ തന്നെയാണ്. അപ്പം അവരൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് ഉണ്ടാകുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു വിഷമം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു കാര്യത്തിൽ എനിക്ക് എന്തായാലും ഒരു ചെറിയ വിഷമമുണ്ട്. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം മമ്മൂട്ടി ഇല്ലാത്തപ്പോൾ മമ്മൂട്ടിയെ കുറിച്ച് പലരോടും പറഞ്ഞ കുറച്ച് വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അവസാനം വരെ കാണുക. നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കൂടെ ലൈക്കും ഷെയറും കമന്റും ഹൈപ്പൂടൊക്കെ തന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോ കാണാം, അതിനുശേഷം സംസാരിക്കാം. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ശരി, എത്ര നന്നായി ക്യാമറയ്ക്ക് മുന്നിൽ സ്നേഹം കാണിച്ചാലും ശരി, നമ്മുടെ സുരേഷ് ഗോപിക്ക് മമ്മൂട്ടി എന്നാൽ ഇപ്പോൾ അർത്ഥചതുർത്ഥി കണ്ടതുപോലെയാണ്. ഇല്ലാന്നൊക്കെ ചിലപ്പോൾ മമ്മൂട്ടിയും പറയും, സുരേഷ് ഗോപിയും പറയും. ചുവപ്പ് കണ്ട കാളയെ പോലെയാണ്. മമ്മൂട്ടി എന്ന പേര് കേട്ടാൽ ഇദ്ദേഹം ക്ഷിപ്രകോപിയാവും. എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവില്ല. ആ ദേഷ്യത്തിൻ്റെ റേഷ്യോ സുരേഷ് ഗോപിയെ ചില സിനിമകൾക്ക് ഉറപ്പിക്കാൻ പോയ ചില നിർമ്മാതാക്കളും സംവിധായകരും തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഗൾഫ് റൈറ്റ് ഇല്ലാത്ത, സാറ്റലൈറ്റ് വാല്യൂ ഇല്ലാത്ത, ഇന്ത്യൻ റൈറ്റ്സ് വേണ്ടാത്ത, OTT-കാർക്ക് ഒട്ടും വേണ്ടാത്ത നായകന്മാരിൽ ഒരാളാണ് ഇപ്പോൾ സുരേഷ് ഗോപി. കുറേ കാലമായിട്ട് സുരേഷ് ഗോപിയുടെ പടം OTT എടുക്കില്ല, ഒരു റൈറ്റും പോകില്ല, സിനിമ തിയേറ്ററിൽ മാത്രമേ കളിക്കാൻ പറ്റൂ. അതിന് അദ്ദേഹം പറയാറ്, എൻ്റെ സിനിമകളുടെ ഒരു റൈറ്റും ആരും വാങ്ങരുത് എന്ന് എൻ്റെ സിനിമ ഇത്തരം ഈ OTT-കാരോടും സാറ്റലൈറ്റുകാരോടും ഒക്കെ ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പച്ചക്കള്ളമാണ്. എൻ്റെ സിനിമ തിയേറ്ററിൽ കളിച്ച് കാശ് നേടാനുള്ളതാണെന്നാണ് അദ്ദേഹം പറയുന്ന ന്യായം. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ശമ്പളം ബോധക്കേടുണ്ടാക്കുന്നതാണ്. ശമ്പളമൊക്കെ എനിക്കറിയാം, ഏറ്റവും അവസാനത്തെ ശമ്പളം വരെ എനിക്കറിയാം. വരുന്നവർ ഒന്നും പറയാതെ പോകാനിറങ്ങുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം, മമ്മൂട്ടി വാങ്ങുന്ന ശമ്പളം പറഞ്ഞാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ വാദം. അയാൾ ഇത്രയും വാങ്ങിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഈ പറഞ്ഞ റൈറ്റ്സുകളെല്ലാം മമ്മൂട്ടിക്കുണ്ടല്ലോ എന്ന് പറഞ്ഞാലൊന്നും സുരേഷ് ഗോപി വഴങ്ങില്ല. ഇത് പരമമായ ഇൻഡസ്ട്രിയിലെ സംസാരവുമാണ് ഞാൻ പറയുന്നത്. ഇൻഡസ്ട്രിയിലുള്ള സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആരും ഇത് തുറന്ന് പറയില്ല. സുരേഷ് ഗോപി പണക്കണ്ടെന്നോ സുരേഷ് ഗോപിയെ പേടിച്ചോ ഒക്കെ പറയാതിരിക്കും. ഞാനുള്ളത് പറയുകയാണ്. എനിക്ക് സുരേഷ് ഗോപിയോട് ഒരു കാര്യത്തിലും ദേഷ്യത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും കാര്യമില്ല. സത്യം സത്യമായി പറയുന്നു എന്ന് മാത്രം. അത് ആരെ ആയാലും നമ്മൾ പറയുമല്ലോ. മമ്മൂട്ടിയോട് സുരേഷ് ഗോപിക്ക് ചൊരുക്ക് തുടങ്ങുന്നത് വടക്കൻ വീരഗാഥയിലെ സുരേഷ് ഗോപി ചെയ്ത ആരോമൽ ശേഖരുടെ വേഷം മരിച്ചുപോയ രതീഷിന് നൽകാമോ എന്ന് മമ്മൂട്ടി ചോദിച്ചിരുന്നു. അത്രയും പരിതാപകരമായ ജീവിത സാഹചര്യങ്ങളിലൂടെയായിരുന്നു അന്ന് രതീഷ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. മമ്മൂട്ടിക്ക് വേണ്ടി തൃഷ്ണയടക്കം സിനിമകളിൽ ശുപാർശ ചെയ്ത സ്നേഹിതനുമാണ് രതീഷ്. സുരേഷ് ഗോപിക്കായി ആ വേഷം നിശ്ചയിച്ചു പോയി എന്നറിഞ്ഞപ്പോൾ മമ്മൂട്ടി ആ വിഷയം വിടുകയും ചെയ്തു. ഇങ്ങനൊരു കാര്യം സുരേഷ് ഗോപിയുടെ മനസ്സിൽ ദഹിക്കാതെ കിടപ്പുണ്ടെന്ന് കുറ്റപത്രത്തിൻ്റെയും ആചാര്യൻ്റെയും ഒക്കെ സെറ്റുകളിൽ സംസാരിച്ചിരിക്കുമ്പോൾ എനിക്ക് നല്ല ബോധ്യവും ആയതാണ്. അന്ന് സുരേഷ് ഗോപി ഈ കുറ്റപത്രം ആചാര്യനൊക്കെ ചെയ്യുന്ന കാലത്ത് സുരേഷ് ഗോപി 100% മാന്യനായിരുന്നതിനാൽ പരിഭവവും പരാതിയും ഒക്കെ പറയുമ്പോഴും മമ്മൂക്ക എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്തിരുന്നത്.
വിജയേട്ട വിജയേട്ട എന്ന് വിളിച്ചിരുന്ന വായ കൊണ്ട് തന്നെ അയാൾ ഇയാൾ മറ്റവൻ പിണറായി എന്ന് വിളിക്കുന്നത് പോലെ ഇപ്പം മമ്മൂട്ടി എന്ന പ്രയോഗവും മമ്മൂക്ക എന്നുള്ള പ്രയോഗവും സുരേഷ് ഗോപി മാറ്റി എന്നാണ് കേൾവിക്കാരൊക്കെ പറയുന്നത്. വീട്ടിൽ ചെല്ലുമ്പോൾ ഇദ്ദേഹം പറയുന്ന വാക്കുകളിലൊന്നും മമ്മൂക്ക എന്നില്ല, വേറെ ചില വാക്കുകളാണ്. അത് എൻ്റെ മാന്യത കൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. അതെന്തായാലും നിങ്ങൾ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ചിത്രങ്ങളിലേക്കൊന്ന് നോക്കിയേ. സുരേഷ് ഗോപിയുടെയും രാധികയുടെയും വിവാഹത്തിന് മമ്മൂക്ക വന്നതാണ് ഒരു ചിത്രം. ശാസ്തമംഗലത്ത് സുരേഷ് ഗോപി ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ പണികൾ പുരോഗമിക്കുമ്പോൾ ആ പണികൾ വന്ന് കണ്ട് തൻ്റെ അഭിപ്രായങ്ങൾ മമ്മൂട്ടി പറയുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്ന മറ്റ് ചിത്രങ്ങൾ. ആ ബന്ധമൊക്കെ ഇപ്പോൾ ശിഥിലമായി. സുരേഷിൻ്റെ രാഷ്ട്രീയ നിറവും ഇപ്പോൾ മാറിയല്ലോ. സ്വാഭാവികമായും സ്വഭാവവും പോകുന്ന പാർട്ടിയുടെ സ്വഭാവത്തിലേക്ക് മാറേണ്ടി വരുമല്ലോ. അങ്ങനെ മാറിപ്പോയതായിരിക്കാം മമ്മൂക്കിയുമായിട്ടുള്ള ആ മാനസിക ബന്ധം തകർന്നത്. കാണുമ്പോൾ സിനിമാക്കാരന്മാരല്ലേ, ഇളിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കുകയും ഉമ്മമ്മയ്ക്കും വർത്താനം പറയുകയൊക്കെ ചെയ്യും. പക്ഷെ മനസ്സുകൊണ്ട് മമ്മൂട്ടിയെ ഒരു തരത്തിലും സുരേഷ് ഗോപി അംഗീകരിക്കുന്നില്ല. അത് കേട്ടവർ പറഞ്ഞ ഭാഷാ പ്രയോഗങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ പറയുന്നില്ല. ഈ ഫോട്ടോകൾ നോക്കിയിട്ടത് എനിക്ക് അതാണ് തോന്നിയത്. എത്ര ജ്യേഷ്ഠാനുജ ബന്ധം ഉണ്ടായിരുന്നവരാണ് ഇവർ. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പിണങ്ങുന്നത്. പിണങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ പ്രിയമുള്ളവരെ, ഒരു രാഷ്ട്രീയത്തിലോട്ട് മാറിയെന്നും വിചാരിച്ച് ഒരു ആടെ വ്യക്തിത്വം മാറുമോ? എനിക്കറിയാൻ വയ്യ അങ്ങനെ മാറുമെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ നമ്മുടെ സുരേഷ് ഗോപി ഉൾപ്പെടുന്ന പാർട്ടിയിലെ ചിലർ ആ പാർട്ടിയിലേക്ക് വരുമ്പോഴത്തേക്ക് അവരപ്പാടെ അങ്ങ് അവർ സംസാരവും പെരുമാറ്റവും ഒക്കെ മാറുന്നത് എന്നുള്ളത് അറിഞ്ഞുകൂടാ. അത് ഇനിയിപ്പം അത് അവർ വേണമെന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡാണോ അതോ സ്വാഭാവികമായിട്ടും അങ്ങനെ വന്നു പോകുന്നതാണോ? എന്തുകൊണ്ടായാലും അതൊരു മോശമാണ് സംഭവം. അങ്ങനെയുള്ള ഒരു മനുഷ്യനൊരു വ്യക്തിത്വം ഉണ്ടല്ലോ ഏത് പാർട്ടിയിൽ പോയാലും. ആ വ്യക്തിത്വം കളഞ്ഞു കുടിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിലേക്കൊന്നും കടക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം ഒന്നും പറയണ്ട. എന്തായിരുന്നാലും ഈ ജയറാം, പിന്നെ ദിലീപ്, പിന്നെ നമ്മുടെ ഈ സുരേഷ് ഗോപി ഇവരൊക്കെ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. കാര്യം നമ്മളൊക്കെ പണ്ട് മുതലേ അവരുടെ പടങ്ങൾ കണ്ടുവരുന്നതുകൊണ്ട് നമുക്ക് അവരൊക്കെ ഇഷ്ടമുള്ള ആക്ടേഴ്സാണ് ഇവരെല്ലാവരും. അപ്പം ഇതിനകത്ത് ഇച്ചിരിയെങ്കിലും ഇപ്പോഴെങ്കിലും നിൽക്കുന്നത് ദിലീപാണ്. ബാക്കി ജയറാം, പിന്നെ അതേപോലെ തന്നെ സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞാൽ മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടായ ഒരു മട്ടമാണ്. ഇപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞു കേട്ടില്ല, OTTക്കും സാറ്റലൈറ്റ് ഈ പറയുന്ന ഒരു വാല്യൂവും ഇല്ലാത്തൊരു നടനായി മാറി. അദ്ദേഹമൊക്കെ എങ്ങനെ കത്തിത്തിളങ്ങി നിന്ന ആക്ടറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സിനിമയിലില്ലെങ്കിലും രാഷ്ട്രീയത്തിൽ അദ്ദേഹം നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഏക ആശ്വാസം എന്ന് പറയാൻ പറ്റുന്നത്. എന്തായിരുന്നാലും നമ്മളൊക്കെ കൊച്ചുനാൾ മുതലേ ഒരുപാട് പടങ്ങൾ കണ്ട് ഒക്കെ വന്നത് കൊണ്ട് ഇവരുടെയൊക്കെ പടങ്ങൾ ഒരുപാട് കണ്ട് വന്നതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഓർക്കുമ്പോൾ ഒരു ചെറിയൊരു നൊമ്പരമുണ്ട്. എന്തായിരുന്നാലും ഈ സുരേഷ് ഗോപിക്കൊക്കെ ഇനി സിനിമയിലേക്ക് തിരിച്ചൊരു എൻട്രി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ് ആ കാര്യത്തിൽ. ജയറാമിന് പിന്നെ അന്യ ഭാഷയിൽ തമിഴ് തെലുങ്കൊക്കെ ഉണ്ടായതുകൊണ്ട് അദ്ദേഹം അങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് ലാശകളായിരം പറയുന്ന ഒരു പടം ഇറങ്ങി, അത് വലിയ വിജയമായില്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ പോകുന്നു. പിന്നെ ദിലീപാണ്. ദിലീപിൻ്റെ അറിയാലോ, ഇപ്പോൾ ഇറങ്ങിയ പടം വിജയിച്ചില്ല. ഇനി ദിലീപിനൊക്കെ പിന്നെയും ഒരു സ്പേസ് ഉണ്ട്, ഒരു നല്ല പടമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് നാളുകൂടെയൊക്കെ നിൽക്കുമ്പോൾ. അപ്പോൾ എന്തായിരുന്നാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറയുന്നു. സുരേഷ് ഗോപി ഇനിയെങ്കിലും മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. മാറട്ടെ ഗോപിയണ്ണ, ഒന്ന് മാറി ചിന്തിരി. നിങ്ങൾ രാഷ്ട്രീയം ഏതോ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ പഴയ വ്യക്തിത്വം നിങ്ങളെടുത്താണ്. എന്തായിരുന്നാലും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ പറയുന്നു. അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം എല്ലാവരും കാര്യമായിട്ട് തന്നെ പരിഗണിക്കുക. താങ്ക്